സിവിൽ സർവീസസ് പരീക്ഷയിൽ 202 റാങ്ക് വാങ്ങിയ വയനാട്ടുകാരി ഹൃദ്യ എസ് ബിജുവിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. KCB ഉദ്യോഗസ്ഥൻ ബിജുവിന്റെ മകളായ വയനാട് മുണ്ടേരി സ്വദേശി ഹൃദ്യ തന്റെ രണ്ടാം ഊഴത്തിലാണ് സിവിൽ സർവീസസ് എന്ന കടമ്പ മറികടന്നത്. വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിലെ 202 റാങ്ക് ഇങ്ങ് വയനാട്ടിലാണ്. വയനാട്ടിൽ നിന്നും 202 റാങ്ക് വാങ്ങിയ ഹൃദ്യ എസ് ബിജുവും കുടുംബവും നമ്മളോടൊപ്പം ചേരുകയാണ്. ഹൃദയ 202 റാങ്കാണ്, മോശം റാങ്കല്ല. എങ്ങനെയാണ്? ഒരുപാട് സന്തോഷം. എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു സിവിൽ സർവീസിലെ. അപ്പോൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ കിട്ടിയത് സന്തോഷം, സമാധാനം. ഒരുപാട് നന്ദിയുണ്ട് കൂടെ നിന്ന ആളുകളോട്, പഠിപ്പിച്ച ടീച്ചേഴ്സിനോട്, മെൻറ്റേഴ്സിനോടൊക്കെ. പഠിച്ചത് എന്താണ്? ഡിഗ്രി എന്താണ് പഠിച്ചത്? ഞാൻ ഡിഗ്രി പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. 2023 പാസ് ഔട്ടായി. അതിനുശേഷം ഫുൾ ടൈം പ്രിപ്പറേഷൻ ആയിരുന്നു. തിരുവനന്തപുരത്ത് ഫോർച്യൂൺ അക്കാഡമിയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ടാം ഊഴത്തിലാണ് കിട്ടിയത്? അതെ, രണ്ടാം ഊഴത്തിലാണ് കിട്ടിയത്. എന്താണ്, IAS ആണോ IPS ആണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെയാണ് പ്രിഫറൻസ്. പക്ഷേ 75-നുള്ളിൽ റാങ്ക് വരണമായിരുന്നു അത് കിട്ടണമെങ്കിൽ. അപ്പം അത് കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം വീണ്ടും റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനിയും വീണ്ടും ഒന്നും കൂടെ ശ്രമിക്കാൻ വേണ്ടി റാങ്ക് ഇമ്പ്രൂവ്മെന്റിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടോ? അതെ, അങ്ങനെ വിചാരിക്കുന്നു. അതിന് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ മനസ്സിലുണ്ടോ? ഇപ്പം IAS അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് മറ്റേ രണ്ടാമത്തെ ഓപ്ഷൻ? അല്ല, നമ്മളോട് സർവീസ് പ്രിഫറൻസ് ആദ്യമേ കൊടുക്കാൻ പറയും. നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ അത് പൂരിപ്പിക്കേണ്ടതാണ്. അപ്പം എൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് റവന്യൂ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇൻകം ടാക്സ് ആണ്. തേർഡ് കസ്റ്റംസ് ആൻഡ് GST. അങ്ങനെയാണ് പോകുന്നത് സർവീസ് പ്രിഫറൻസ്. അപ്പോൾ അതിലേതെങ്കിലും കിട്ടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അച്ഛൻ KCB ഉദ്യോഗസ്ഥനാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു മകളുടെ വിജയത്തെ? സന്തോഷം, അഭിമാനം. പിന്നെ അവളെ ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ നല്ല ശ്രമം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും അതിനൊരു റിസൾട്ട് ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. കാരണം വയനാട്ട് ജില്ലയിൽ നിന്ന് ഇങ്ങനൊരു ഇവള് മറ്റ് മത്സര പരീക്ഷകൾക്കൊക്കെ പോകുമ്പം, തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ ഓരോ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമ്പം വയനാട് ജില്ലയിൽ നിന്ന് അങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതുപോലെ പല രംഗങ്ങളിലും വയനാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സിവിൽ സർവീസിൽ ഇവൾക്കിങ്ങനെ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അത്. അപ്പോൾ എന്തായാലും 202 റാങ്ക് വാങ്ങിയ ഹൃദ്യ എസ് ബിജുവും കുടുംബവും വളരെയധികം ഹാപ്പിയാണ്. ഇനിയും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായി IRS, ഇന്ത്യൻ റവന്യൂ സർവീസിന് ഉള്ള സെക്കൻഡ് ഓപ്ഷനായിട്ടും വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഭാവി ആശംസിക്കുന്നു ഹൃദ്യ. ക്യാമറാമാൻ മനു ദാമോദരനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.